ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മുത്തശ്ശി വാമനെ വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് വരണ്ട എന്നും നിന്നെ കണ്ടാലാണ് പ്രതാപൻ നീയാണ് അവനെ കൊട്ടേഷൻ കൊടുത്തതെന്ന് വിളിച്ചു പറയുന്നത്. ഇല്ലെങ്കിൽ അവരാണ് കണ്ണൻ്റെ അച്ഛനെ കൊന്നതെന്നാണ് അവൻ പറയുന്നത്. നീയാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന് അറിയാവുന്നത് എനിക്കും പ്രതാപനും കരുണമോൾക്കും മാത്രമാണ്. അതെങ്ങാനും ദുർഗയും ഉണ്ണിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നിന്നെ വെറുക്കും. അതുകൊണ്ട് സത്യം പുറത്തായാൽ പ്രതാപനേക്കാൾ പരിക്ക് പറ്റാൻ പോകുന്നത് നിനക്കാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി വാമനോട്. പിന്നീട് അച്ഛനെ കാണാൻ പോകാൻ തുടങ്ങുന്ന കരുണയോട് ഞങ്ങൾ കൂടി വരാൻ മോളെ, മോളുടെ അച്ഛനെ വയ്യാതെ കിടക്കുന്ന സമയത്ത് വന്ന് കാണേണ്ട മര്യാദ ഞങ്ങൾക്കുണ്ടല്ലോ എന്നെല്ലാം ദുർഗ പറയുമ്പോൾ അച്ഛൻ ഭയങ്കര വയലൻ്റ് ആണെന്നും കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് വരുന്നവരുടെ ദേഹത്തേക്ക് വലിച്ചെറിയാണ് എന്നെല്ലാം കരുണ പറയുമ്പോൾ അതൊന്നും സാരമില്ല മോളിപ്പോൾ ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നെല്ലാം ദുർഗ പറയുമ്പോൾ ഇവിടുന്ന് ആരെയും കൂട്ടിക്കൊണ്ട് വരണ്ട എന്നാണ് മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത്. അച്ഛന് സുഖമായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയി അച്ഛനെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് കരുണ പോകുന്നു. ശേഷം ഇവൾ എന്തിനാ അമ്മേ അവളുടെ അച്ഛനെ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഭയപ്പെടുന്നത്, ഇതിലെന്തോ ഒരു രഹസ്യം ഉണ്ടല്ലോ എന്നെല്ലാം ഉണ്ണിക്കും ദുർഗയൊക്കെയൊക്കെ മനസ്സിൽ ഡൗട്ട് തോന്നുന്നുണ്ട്. പിന്നീട് കണ്ണൻ മഹാലക്ഷ്മിയെ കാണാനായിട്ട് എത്തുന്നു. എന്നിട്ട് 7ാം മാസത്തെ ചടങ്ങിന് ധരിക്കാനുള്ള സാരിയെല്ലാം അവൾക്ക് സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. തുടർന്ന് 7ാം മാസത്തെ ചടങ്ങ് ഗ്രാൻഡായിട്ട് ആഘോഷിക്കണമെന്നും എൻ്റെ രണ്ടാനമ്മയ്ക്കും ഉണ്ണിക്കും ഒന്നും ഇതിൽ അത്ര താല്പര്യമില്ല, പക്ഷെ അതൊന്നും നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട് മഹിയോട്. തുടർന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹിയുടെ വയറ്റിൽ ചെവി ചേർത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് നമ്മുടെ കുഞ്ഞ് എന്നോട് സംസാരിക്കുന്നുണ്ട് മഹി എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ വല്ലാതെ തന്നെ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. 2 മാസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് നമ്മുടെ അരികിലുണ്ടാകും. ഈ സന്തോഷമൊക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്ന ഭാഗ്യങ്ങളാണ് മഹി. വീൽ ചെയറിൽ തളർന്നിരുന്ന ഞാൻ ഇതായി ഒരു കുഞ്ഞിൻ്റെ അച്ഛനാകാനായിട്ട് പോകുന്നു. പക്ഷേ എൻ്റെ സന്തോഷം കാണാൻ അച്ഛൻ എൻ്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണൻ ഇമോഷണൽ ആകുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് മഹിയും ശരിക്കും വല്ലാതാവുന്നുണ്ട്. പിന്നീട് കരുണാലയത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് മുത്തശ്ശി? അമ്മയും ഉണ്ണിയേട്ടനും എന്നോടൊപ്പം വരാൻ തുടങ്ങിയതാണ്. ഒരു വിധത്തിലാണ് ഞാൻ അവരെ തടഞ്ഞത് എന്നെല്ലാം കരുണ പറയുമ്പോൾ ദുർഗയും ഉണ്ണിയും കണ്ടാൽ അവൻ ഉറപ്പായും എല്ലാം അവരോട് വിളിച്ചു പറയും. അവരിങ്ങോട്ട് വരാതെ മോള് ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. തുടർന്ന് മുത്തശ്ശിയും കരുണയും പ്രതാപൻ്റെ മുറിയിലേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പ്രതാപനാണെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയൊക്കെ കണ്ട് അവർക്കൊന്നും മനസ്സിലാകാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് മുത്തശ്ശിയും കരുണയും. ശേഷം മുത്തശ്ശി അച്ഛൻ എന്തോ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാണല്ലോ തോന്നുന്നത്. ഇപ്പോൾ ഒന്നും വിളിച്ചു പറയുന്നില്ല, എന്നെ കണ്ടിട്ടും അച്ഛൻ തിരിഞ്ഞറിഞ്ഞില്ലല്ലോ എന്നെല്ലാം കരുണ പറയുമ്പോൾ അവന് കാര്യങ്ങളൊക്കെ അറിയാൻ മോളെ, പക്ഷേ ഇപ്പോൾ കണ്ണനെ എങ്ങനെ വിവരം അറിയിക്കും എന്നുള്ള ഒറ്റ ചിന്തയെ അവനുള്ളൂ എന്ന് പറയുമ്പോൾ അച്ഛനെ നമുക്ക് ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയല്ലോ എന്ന് പറയുമ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല മോളെ. പ്രതാപനെ കൊണ്ട് സത്യം പറയിക്കാതെ വിശ്വനാഥിൻ്റെ ആത്മാവ് ഇവൻ്റെ ദേഹത്ത് നിന്നും ഒഴിഞ്ഞു പോവില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. പിന്നീട് കണ്ണനും മഹിയും ഫൈനാൻഷ്യസിലെത്തുന്നു. അപ്പോൾ മഹിക്കാണെങ്കിൽ ഇപ്പോൾ ഊണിലും ഉറക്കത്തിലും ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, കണ്ണൻ ഏത് സമയത്ത് വേണമെങ്കിലും സത്യം അറിയാം. കണ്ണേട്ടനിൽ നിന്നും എല്ലാം മറച്ചു വെച്ചത് വലിയ തെറ്റ് തന്നെയാണ്. കണ്ണേട്ടൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ണേട്ടനെ ചോദിച്ച് എന്നോട് കണ്ണേട്ടന് ഈ സ്നേഹം ഉണ്ടാവോ എന്നെല്ലാം ആലോചിച്ച് മഹി ക്യാബിനിൽ നിന്ന് വല്ലാതെ തന്നെ സങ്കടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം കണ്ണൻ ക്യാബിനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കണ്ണൻ വരുന്നതൊന്നും മഹി അറിയുന്നില്ല. തുടർന്ന് താൻ എന്തേ ആലോചിച്ച് കൂട്ടുന്നത്, ഞാൻ ഈ ക്യാബിനിലേക്ക് വന്നതുപോലും താൻ അറിഞ്ഞില്ലല്ലോ, തൻ്റെ മനസ്സിന് എന്തോ ഒന്ന് അലട്ടുന്നുണ്ടെന്നെല്ലാം കണ്ണൻ തുറന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല കണ്ണേട്ട എന്ന് മഹി പറയുന്നതും എൻ്റെ ഭാര്യയുടെ മാറ്റം എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ലേഖയെ വിട്ട് പോകുന്നതോർത്താണോ തനിക്ക് വിഷമം? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ പോയി താമസിക്കാം, അപ്പോൾ പിന്നെ ആ പ്രശ്നം തീർന്നല്ലോ എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. താനിങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിക്കരുതെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. പിന്നീട് പ്രതാപന് ഫോൺ കയ്യിൽ കിട്ടുന്നു. ഉടനെ തന്നെ പ്രതാപൻ കണ്ണനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ ഫോൺ എടുത്തിട്ട് പ്രതാപനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹലോ എന്ന് പറയുന്നതും കണ്ണ എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറയുന്നതും എന്താ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളതെന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ ഞാനാണ് നിൻ്റെ അച്ഛനെ എന്ന് പറയാൻ തുടങ്ങുന്നതും കരുണ ഓടി വന്ന് പ്രതാപൻ്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങുന്നു. തുടർന്ന് കണ്ണനാണെങ്കിൽ കരുണ വന്ന് പ്രതാപൻ്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്. അന്ന് അയാളുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി ഇന്ന് കരുണയും. ഇതിലെന്തോ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ. എന്തായാലും നേരിട്ട് ചെന്ന് അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയാനായിട്ട് തന്നെ കണ്ണൻ തീരുമാനിക്കുന്നുണ്ട്.
ഇതേ സമയം കരുണയാണെങ്കിൽ പ്രതാപനെ നേരെ തട്ടിക്കയറുന്നുണ്ട്. അച്ഛൻ സ്വന്തം ശവക്കുഴി തന്നെയാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. അച്ഛനിപ്പോൾ മനസ്സിന് താളം തെറ്റിയതുകൊണ്ടാണ് എല്ലാം അയാളെ അറിയിക്കണമെന്ന് തോന്നുന്നത്. കണ്ണേട്ടനെങ്ങാനും സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാമെന്ന് അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് കരുണ ചോദിച്ച് പ്രതാപൻ്റെ നേരെ ചൂടാവുന്നുണ്ട്. മുത്തശ്ശിയും പ്രതാപന് നേരെ ചൂടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കണ്ണനെങ്ങാനും ഇവനെ തിരക്കി ഇങ്ങോട്ട് വരുമോ മോളെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അത് എനിക്കും പേടിയുണ്ട് മുത്തശ്ശി എന്ന് അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വരട്ടെ കണ്ണൻ വരട്ടെ, എന്നിട്ട് വേണം എനിക്ക് അവനോട് സത്യങ്ങളെല്ലാം നേരിട്ട് പറയാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ഇത് കേട്ട് മുത്തശ്ശിക്കും കരുണയ്ക്കാണെങ്കിൽ വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് കണ്ണൻ വീണ്ടും പ്രതാപനെ കാണാൻ പോകുന്നു എന്നറിയുമ്പോൾ മഹിക്ക് ആകെ ടെൻഷനാവുന്നുണ്ട്. അയാൾക്ക് എന്തോ എന്നോട് പറയാനുണ്ട്. അയാൾ എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു. കരുണ വന്ന് അയാളുടെ ഫോൺ തട്ടി പിടിച്ചു വാങ്ങി. അതെനിക്ക് ഇവിടെ ഇരുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തോ ഒരു കാര്യം അവരെന്നിൽ നിന്നൊക്കെ മറിച്ച് പിടിക്കുന്നുണ്ട് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ മഹിക്ക് വല്ലാതെ ടെൻഷനാവുന്നുണ്ട്. കണ്ണേട്ടനിപ്പോൾ അവിടേക്ക് പോകുന്നുണ്ടെന്നും അയാളുടെ മനസ്സ് താളം തെറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് അയാൾ കണ്ണേട്ടനോട് എന്തെങ്കിലും അതിക്രമം കാണിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണനെ തൽക്കാലത്തേക്കൊക്കെ തടഞ്ഞു നിർത്തുന്നുണ്ട് കേട്ടോ മഹി. ഏതായാലും മഹാലക്ഷ്മിയുടെ 7ാം മാസത്തെ ചടങ്ങ് ദിവസമാണ് കണ്ണൻ എല്ലാ സത്യങ്ങളും അറിയാൻ പോകുന്നത്. കാരണം പ്രതാപൻ തന്നെ കമലേശ്വരത്തെത്തി താനാണ് വിശ്വനാഥനെ ലോറി ഇടിപ്പിച്ച് കൊന്നതെന്നും അതിനു വേണ്ടിയിട്ട് വാമനാണ് കൊട്ടേഷൻ തന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും നിൽക്കെ തന്നെ വിളിച്ചു പറയുന്നു. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ കിടരൻ എപ്പിസോഡുകൾക്കായിട്ട്. എരിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്